അപ്പൊ അതൊന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ അതിൽ നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ. ഇപ്പൊ പോളിനോമിയൽ ഫംഗ്ഷൻസ് എല്ലാം കണ്ടിന്യൂസ് ആയി, എല്ലാ പോളിനോമിയൽ ഫംഗ്ഷനും കണ്ടിന്യൂ. ഇപ്പൊ 2 വേരിയബിൾ ഫംഗ്ഷൻ പറയുകയാണെങ്കിൽ z ഈക്വൽ ടു ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ f(x,y) അല്ലെങ്കിൽ 3 വേരിയബിൾ ആയി ഇതിന്റെ കണ്ടിന്യൂസ് ആകാനുള്ള കണ്ടീഷൻ ഏതാണ്? ഒരു പോയിന്റിൽ നമുക്ക് ഒരു പോയിന്റ് ഉദാഹരണമായിട്ട് എടുക്കാം, എ ബി എന്നുള്ള പോയിന്റിൽ എടുക്കുകയാണെങ്കിൽ f(x,y) എടുക്കുകയാണെങ്കിൽ ഈ ലിമിറ്റ് ഉണ്ടായിരിക്കണം. ഈ ലിമിറ്റ് f(a,b)ക്ക് തുല്യമായിരിക്കണം. x0 y0 എടുക്കുകയാണെങ്കിൽ അങ്ങനെ ലിമിറ്റ് x(y) tends to x0 y0 f(x,y) ഈക്വൽ ടു f(x0 y0). ഇവിടെ f(a) എന്നുള്ള പോയിന്റിൽ ഈ ഫംഗ്ഷന്റെ വാല്യൂവും ലിമിറ്റും ഈക്വൽ. ലിമിറ്റ് ചിലപ്പോൾ 10 എന്നായിരിക്കും കിട്ടുന്നത്, അതുപോലെ ഫംഗ്ഷൻ വാല്യൂവും 10 എന്നായിരിക്കും കിട്ടുന്നത്. അപ്പൊ അത് രണ്ടും ഈക്വൽ ആയിരിക്കും. അങ്ങനെ നമ്മൾ പറയുന്നു f(x) is continuous at the point AB. ഇനി അങ്ങനെ അതിന്റെ ഡൊമൈനിലെ എല്ലാ പോയിന്റുകളിലും നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആണെങ്കിൽ നമ്മൾ പറയുന്നത് ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. അങ്ങനെ നമ്മളൊരു ഉദാഹരണം പറയാനാണെങ്കിൽ f(x) ഈക്വൽ ടു x² എന്നുള്ള ഫംഗ്ഷൻ എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്. f(x) ഈക്വൽ ടു റിയൽ നമ്പറിൽ നമ്മൾ ഡൊമൈൻ പറയാത്തടത്തോളം കാലം ഇതെല്ലാം ഇതിന്റെ ഡൊമൈൻ എല്ലാം ക്യാപിറ്റൽ R ആയിട്ടാണ് എടുക്കുന്നത്. സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഫംഗ്ഷനൊക്കെ നമ്മൾ ഗ്രാഫ് വരച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, അതിന് ആ ഗ്രാഫിന് ഒരു ബ്രേക്കും കാണില്ല. ഇതുപോലെ ആയിരിക്കും ഗ്രാഫ് പോകും. അങ്ങനെ ടച്ച് ചെയ്തിട്ട് ഇതേപോലെ പരാബോള ആയിട്ട് മനസ്സിലായാലും മറ്റേ. അതുപോലെ f(x) ഈക്വൽ ടു x ആണെങ്കിൽ സിംഗിൾ വേരിയബിൾ ലൈനിന്റെ ഗ്രാഫ് ഇതുപോലെ കട്ട് ചെയ്തു, മനസ്സിലായാലും. അപ്പൊ അതിന് ഒരു ബ്രേക്ക് ഇല്ല, ഒറ്റ ലൈനായിട്ട് തന്നെ അത് പോകും. അങ്ങനെയുള്ള ഗ്രാഫുള്ള ഫംഗ്ഷനൊക്കെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഗ്രാഫിന് ഒരു ബ്രേക്കും കാണില്ല. ഇനി എല്ലാ പോളിനോമിയൽസും കണ്ടിന്യൂസ് ഫംഗ്ഷനായി. രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ കോമ്പോസിറ്റ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളും ഉണ്ട് ഈ കണ്ടിന്യൂറ്റി ഓഫ് ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട്. നമ്മൾ ഇനി ഡയറക്റ്റ് പ്രോബ്ലത്തിലോട്ട് പോവുകയാണ്. ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. ഷോ ദാറ്റ് z equal to f of xy equal to x cube plus 5x square y raised to 5 is continuous function. Continuous function. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ നമ്മൾ ചെയ്യും? ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് തെളിയിക്കും. അപ്പൊ നമ്മൾ ഓരോ പോയിന്റിലും ഇതിന്റെ ഡൊമൈൻ ഏതാണ്? ഈ ഫംഗ്ഷന്റെ എക്സ് ക്യൂബ് 5x² 5y raised f(x) ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 5x² y raised to 5. അങ്ങനെയല്ലേ എഴുതിയത്? ഓക്കെ. ഈ ഫംഗ്ഷൻ നമുക്ക് കണ്ടിന്യൂസ് ഫംഗ്ഷൻ, അതിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് R². R² ഈസ് ദ ഡൊമൈൻ. R² ഇന്ന് ആറിലോട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് നമ്മൾ കാണിക്കാനായിട്ട് ഇത് എക്സ് ക്യൂബ് എന്നുള്ള ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. എക്സ് ക്യൂബ് എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ. എക്സ് ക്യൂബ് ഈസ് എ പോളിനോമിയൽ ഫംഗ്ഷൻ. It is continuous everywhere. ഈ ഫംഗ്ഷൻ എല്ലായിടത്തും കണ്ടിന്യൂസ്. നമുക്ക് അതിന്റെ ഏത് പോയിന്റിലെ ലിമിറ്റ് കണ്ടുപിടിച്ച് നോക്കും, നിങ്ങൾക്ക് ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന്, അതിന്റെ വാല്യൂ ഈക്വൽ ആയിട്ട് വരും. അതുപോലെ x² കണ്ടിന്യൂസ് ആണ്. x² ഒരു പോളിനോമിയലാണ്. ഇസ് എ പോളിനോമിയൽ.
അത് കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. എക്സ് സ്ക്വയറും കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. ഇനി y raised to 5 ഒരു പോളിനോമിയൽ. ദറ്റ്സ് എ പോളിനോമിയൽ ഫംഗ്ഷൻ. അതുകൊണ്ട് y raised to 5 എന്താണ്? കണ്ടിന്യൂസ്. സോ നമ്മുടെ ഫംഗ്ഷൻ x cube fx equal to x cube plus 5 x square y raised to 5. 5 x square y raised to 5 is totally a continuous function. കാരണം ഇത് നമ്മൾ ഇവിടെ ലിമിറ്റ് ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ദിസ് ഈസ് കണ്ടിന്യൂസ്. This is continuous function. Okay. അപ്പം ഇത് തെളിയിക്കുന്ന നമുക്ക് ഏത് പോയിന്റ് വേണേലും എടുക്കാം. ജനറൽ പോയിന്റ് ഇപ്പൊ ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട്. ഫംഗ്ഷൻ എക്സ് ക്യൂബ് പ്ലസ് 5x സ്ക്വയർ y raised to 5 ഈക്വൽ ടു എക്സ് നോട്ട് ക്യൂബ് പ്ലസ് 5x നോട്ട് സ്ക്വയർ y നോട്ട് raised to 5. ഇതാണ് ഇതിന്റെ ലിമിറ്റ്. ഇതിന്റെ ഫംഗ്ഷൻ വാല്യൂ നിങ്ങൾ കണ്ടുപിടിച്ച് നോക്കും. എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഈക്വൽ ടു എക്സ് സ്ക്വയർ അല്ലേ നമ്മൾ പറഞ്ഞ ഫംഗ്ഷൻ എക്സ് ക്യൂബ് ആകുമ്പോ എക്സ് നോട്ട് ക്യൂബ് പ്ലസ് 5x നോട്ട് സ്ക്വയർ വൈ നോട്ട് raised to 5. കണ്ടോ? എക്സ് നോട്ട് ക്യൂബ് 5x നോട്ട് സ്ക്വയർ y നോട്ട് raised to 5. അപ്പൊ ലിമിറ്റും ഫംഗ്ഷൻ വാല്യൂവും ഈക്വൽ ആണ്. ഇതൊരു ജനറൽ പോയിന്റ് ആണ്. എക്സ് നോട്ട് വൈ നോട്ട് ജനറൽ. അത് 1 2 ആകാം, -1 -3 ആകാം, 1/2 1/2 ആകാം, -√3 3 ആകാം. അങ്ങനെ ഓരോ പെയർ ഓഫ് വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ എക്സ് വൈ ഒക്കെ ഫംഗ്ഷൻ വാല്യൂവും അതുപോലെ ഫംഗ്ഷന്റെ ലിമിറ്റും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് പറയാം the function is continuous at xy. xy means general point. That means the function is continuous at all points in the domain. Domain R square. Therefore, this function is so it is a continuous. So it is a continuous function. Okay. അടുത്ത problem. അടുത്തൊരു question. Show that the function f of xy is equal to 5x cube y divided by x cube plus y cube. The square root is continuous function
at 0. Show that the function f of xy equal to 5x cube y square 5x cube y square divided by x cube y cube is not continuous at is not continuous at 0. It is continuous everywhere except 0. Okay, നമുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യം ഒരു പോയിന്റില് ജനറൽ പോയിന്റ് നമുക്ക് നോക്കണം. ലിമിറ്റ് ജനറൽ പോയിന്റ് എടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ പറയുന്നത് ലെറ്റ് x0 y0 be a general point. In the domain such that x0 y0 not equal to 0 0. Let x0 y0 be a general point in the domain such that x0 y0 not equal to 0. അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ വാല്യൂ എന്തായിരിക്കും എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ഈക്വൽ ടു നമ്മുടെ ഫംഗ്ഷൻ പറഞ്ഞത് 5x ക്യൂബ് വൈ സ്ക്വയർ. 5x cube means x0 cube y0 square by x0 cube plus y0 cube. ഇതാണ് നമ്മുടെ ഫംഗ്ഷന്റെ ലിമിറ്റ് എന്ന് പറയും. 5x0 ഏത് പോയിന്റ് ആയാലും 0 വരരുതെന്ന് മാത്രമേ നമ്മൾ പറയൂ. ഇനി നമുക്ക് ഇതിന്റെ ലിമിറ്റ് ഒന്ന് കണ്ടുപിടിച്ചു. അടുത്ത ലിമിറ്റ് xy tends to x0 y0 5x cube y square divided by x cube plus y cube equal to ലിമിറ്റ് എന്ന് പറഞ്ഞാൽ x tends to x0 x cube tends to x0 cube. അതേപോലെ നമുക്കുള്ളത് y tends to y0 y square tends to y0 square. Similarly y cube tends to y0 cube. ഇത്രയും കാര്യങ്ങൾ അത് ട്രിവിയൽ ആയിട്ട് നടക്കുന്ന കാര്യം. അപ്പൊ it is equal to 5x0 cube y0 square divided by x0 cube plus y0 cube. ഇതാണ് നമുക്ക് കിട്ടുന്ന ലിമിറ്റ് എക്സെപ്റ്റ് 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരത്തെ കിട്ടിയ ഫംഗ്ഷന്റെ വാല്യൂ ഒന്ന് നോക്കാം. നേരത്തെ കിട്ടിയ ഫംഗ്ഷന്റെ വാല്യൂ നോക്കുമ്പോൾ 5x0 cube y0 square x0 cube plus y0 cube. ഇത് രണ്ടും ഈക്വലും. Therefore limit xy tends to x0 y0 f of xy equal to f of x0 y0 when xy not equal to x0 y0. ഇതിന്റെ അർത്ഥം this implies f of xy is continuous
except at zeros. It's a continuous function. Continuous function except at zeros. Okay. സീറോ സീറോയിൽ എന്ത് പറ്റുമെന്ന് നമുക്ക് നോക്കാം. സീറോ സീറോയിൽ ആകുമ്പോൾ ഇതിന് നമുക്ക് ലിമിറ്റ് ഉണ്ടാവില്ല ഈ ഫംഗ്ഷൻ. അതാണ് നേരത്തെ ചെയ്ത പോലെ ഒരു പാത്ത് സെലക്ട് ചെയ്യും. കൺസിഡർ limit xy tends to 0 0 long y equal to kx. Function ഇതാണ് ഫോം എന്തായാലും 5 x cube y square divided by x cube plus y cube equal to 5 into x cube into k square x square. എന്താണ് k square square വരാൻ കാര്യം k y equal to kx divided by വരുന്നത് x cube plus k cube x cube. So this is equal to 5 x cube. ഇവിടെ ലിമിറ്റ് ഉണ്ട് കേട്ടോ, ഇവിടെ എല്ലാം ലിമിറ്റ് ഉണ്ട്. ഇവിടെ ഒന്ന് കട്ട് ചെയ്തിട്ട് അടുത്ത പേജിൽ ഈക്വൽ ടു ലിമിറ്റ് xy tends to 0 0 മുകളിൽ 5. ഇത് നമ്മൾ ലിമിറ്റ് വെച്ചാണ് എഴുതേണ്ടത്. ഇത്രയും സ്ഥലമില്ലാത്തതുകൊണ്ട് അടുത്ത പേജിലോട്ട് പോയി 5 x ക്യൂബ്. എക്സ് ക്യൂബിനെ അങ്ങനെ തന്നെ നിർത്തുക, നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. 5 x cube k square x square divided by x square അവിടെ x cube കോമൺ ആണ്. x cube into 1 plus k cube അല്ലെ, 1 plus k cube. ഈ x ക്യൂബും കൂടെ വെട്ടിപ്പോയി. നേരത്തെ പറഞ്ഞ കാര്യം മനസ്സിലായില്ല. x tends to 0 ആകുമ്പോൾ x ക്യൂബ് നോട്ട് ഈക്വൽ 0 ആണ്, അല്ലെങ്കിൽ x നോട്ട് ഈക്വൽ 0 ആണ്. ഇവിടെ നമുക്ക് കിട്ടുന്നത് ലിമിറ്റ് xy tends to 0 0 5 k square 5 k square x square by 1 plus k cube എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്കിവിടെ y നമ്മളിവിടെ സെലക്ട് ചെയ്യുമ്പോൾ y എന്ന് എടുത്താം. അപ്പൊ നേരത്തെ y സ്ക്വയർ എടുക്കുമ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലമാണ് നമ്മൾ ഞാൻ സെലക്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് kx എടുത്താം. y ഈക്വൽ ടു kx. എപ്പോഴും ശരിയായില്ല, അല്ല വേണ്ട, പോട്ടെ, ഇങ്ങനെ തന്നെ വരുന്നുണ്ട്. അത് ഞാൻ ചെയ്ത് അല്ലാതെ മനസ്സിൽ നിന്ന് പറഞ്ഞ പ്രോബ്ലമാണ്. അപ്പം ആ ഫംഗ്ഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും കണ്ടിന്യൂസ് ആയിട്ട് വരും. എക്സ് സ്ക്വയർ വൈ ആണ്, എക്സ് ക്യൂബ് വൈ. അപ്പൊ അത് വൈ, അപ്പൊ ഇവിടെ വൈ ഇല്ലാതെ എടുത്താൽ വൈ ഇല്ലാതെ എടുക്കുമ്പോ ശരിയാവും. ഇവിടെ വൈ വേണമെന്നില്ല, വൈ ഇല്ലാതെ എടുത്താൽ കാരണം ഞാനത് എന്റെ ഒരു മനസ്സിൽ നിന്നിട്ട പ്രോബ്ലമാണ്. അപ്പൊ വൈ ഇല്ലാതെ എടുക്കുക.
y ഇല്ലാതെ എടുക്കുമ്പോൾ കറക്റ്റ് 5/k³ എന്ന് കിട്ടും. അത് നമുക്ക് തിരുത്തി എഴുതും. ഓക്കെ, നമുക്ക് ഈ y ഇല്ലാതെ ഒന്ന് എടുത്ത് നോക്കാം. അവിടെ പ്രോബ്ലത്തിൽ ഒരു കറക്ഷൻ നോക്കാം. കട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ y² ഭാഗം നമുക്ക് വേണ്ട. അപ്പൊ നമുക്ക് ഫൈൻഡ് ലിമിറ്റ് 5x³ y² അവിടെ വേണമെന്നില്ല. x³ y³ പ്ലസ് y³. നമ്മുടെ ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ ഷോ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് കണ്ടിന്യൂസ് സെറ്റ് 0 ആയിരുന്നു. അതേപോലെ ഇറ്റ് ഈസ് കണ്ടിന്യൂസ് എവരിവെയർ എക്സെപ്റ്റ് 0. അപ്പൊ y² എടുക്കാതെ ഉള്ളൊരു പ്രോബ്ലം ആണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഇടയ്ക്ക് y² വന്നുപോയി നമ്മൾ ചെയ്ത് നോക്കാതെ തന്നെ പ്രോബ്ലം. അപ്പൊ ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പെട്ടെന്ന് മനസ്സിന്ന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ y² വേണ്ട, ചോദ്യത്തിൽ y² വേണ്ട. y² വരാതെ നമ്മൾ വരുമ്പോ ഇവിടെ ഫംഗ്ഷൻ വാല്യൂ ഇതിലൊന്നും മാറ്റം വരികയല്ലേ. അടുത്തത് ഇവിടെ വരുമ്പോ നമുക്ക് y² വേണ്ട. അപ്പൊ y² വേണ്ടാതെ വരുമ്പോ മുകളില് 5x³ താഴെ x³ പ്ലസ് k³ x³. അപ്പൊ നമുക്ക് ഇനി അടുത്ത പേജിലോട്ട് വരാം. അങ്ങനെ വരുമ്പോ ഇത് നമുക്ക് മൊത്തമായിട്ടില്ല. ഇവിടെ 5x³ മാത്രം, y² ഇല്ല. അപ്പോ 5x³ എന്ന് പറയുമ്പോൾ ഈ ഒരു x² ഇല്ല, 5 ഇതും വേണ്ട, 5 മട്ടി. ഫലത്തിൽ വരുന്നത് ഈക്വൽ ടു, ഇതിന്റെ ലിമിറ്റ് എടുക്കുകയാണ് നമ്മൾ. ലിമിറ്റ് xy ടെൻസ് ടു 0 5/1 പ്ലസ് k³. അങ്ങനെ ഒരു ഫാക്ടർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ നേരത്തെ ഉള്ള ഒരു സെലക്ഷനകത്ത് വീണ്ടും ഒരു എക്സിന്റെ ഇൻഫ്ലുവൻസ് വരും. അതുകൊണ്ട് നമ്മൾ ആ പ്രോബ്ലത്തിൽ ഒരു ചെറിയ ചേഞ്ച് വരും. നമ്മൾ മനസ്സിൽ പെട്ടെന്ന് കണ്ട് ഇടുന്ന പ്രോബ്ലംസ് ആണ്. അപ്പൊ ലിമിറ്റ് 5x³ y അവിടെ വേണ്ട. നമ്മൾ അങ്ങനെയുള്ള പ്രോബ്ലം സെലക്ട് ചെയ്യണം. 5x³ ഡിവൈഡഡ് ബൈ x³ പ്ലസ് y³. ഓക്കെ, അത് വരുമ്പോൾ നമുക്ക് ലാസ്റ്റ് ആൻസർ എത്തുന്നത് 5/1 പ്ലസ് k³. അപ്പൊ ഇതിന്റെ ലിമിറ്റ് xy ടെൻസ് ടു 0 എടുത്താൽ അതിൽ x ഇല്ല, y ഇല്ല. നമുക്ക് ഇങ്ങനെ ഒരു ഫാക്ടർ കിട്ടും. 5/എങ്ങനെ ഒരു ഫാക്ടറാണ് കിട്ടുന്നത്? 5/1 പ്ലസ് k³ എന്നുള്ളൊരു ഫാക്ടർ. ഇത് ഈ ഫാക്ടർ എന്താണ്? This depends upon k only, because this is independent of x and y. There is no x, there is no y. So അതായിരുന്നു നമ്മുടെ ലക്ഷ്യം എന്ന് പറയും. സോ ഈ പോയിന്റില്, ഈ 0 എന്ന പോയിന്റില് ഈ ഫംഗ്ഷന് ലിമിറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെ ഫംഗ്ഷൻ വാല്യൂ ഉണ്ടാകാം അല്ലെങ്കിൽ ഉണ്ടാകാതിരിക്കാം. പക്ഷെ ലിമിറ്റ് ഇല്ലെന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ കണ്ടിന്യൂറ്റിയിലോട്ട് പോകേണ്ട കാര്യമില്ല. അപ്പൊ നമുക്ക് ഇവിടെ വേറൊരു y = kx ആണ് നമ്മൾ എടുത്തത്. എക്സ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ കൺസേൺഡ് ലിമിറ്റ് എന്ന് പറയുന്നത്, ലിമിറ്റ് ഓഫ് fx എന്ന് പറയുന്നത് 5/1 പ്ലസ് 1³ എന്ന് വരും. അപ്പൊ അതിന്റെ അർത്ഥം 5/2 എന്ന് വരും. ഇനി y = 2x എടുക്കുകയാണെങ്കിൽ ഇതിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത്, ലിമിറ്റ് fx എന്ന് പറയുന്നത് 5/1 പ്ലസ് k എന്ന് പറഞ്ഞാൽ 2 ആണ്. 2³ എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പൊ 9, 5/9. അപ്പോൾ എന്താണ്, നമുക്ക് ഇതിന് ലിമിറ്റ് ഇല്ല എന്നുള്ള ഒരു കൺക്ലൂഷനിൽ എത്താം. So this function does not have limit. Limit xy tends to 0 5x³ by x³ plus y³ does not have limit. അതുകൊണ്ട് പിന്നെ നമ്മൾ ഫംഗ്ഷൻ വാല്യൂയിലോട്ട് പോകേണ്ട കാര്യമില്ല. അവിടെ വെച്ച് തന്നെ നമുക്ക് പറയാം എന്താണ്, the function is not continuous. Function is does not have limit.
Therefore, so function is not continuous at 0, 0. But all other points, the function is continuous. ഓക്കെ, അപ്പം ഈ ഇന്നത്തെ ക്ലാസ് ഇതോടുകൂടി അവസാനിക്കുകയാണ്.